ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അമൃത, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടറി, വീരോചിതം വരവേൽപ്പ്, മതപരിവർത്തനം പാടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, മാധ്യമപ്രവർത്തകനും അറസ്റ്റിൽ, ശത്രുവിനെ ചാമ്പലാക്കും ഇന്ത്യയുടെ സെബെക്സ് 2, ഗുജറാത്തിലെ വിമാനത്താവളത്തിൽ മേൽക്കൂരയും തകർന്നു, സ്കൂൾ കലോത്സവം ഡിസംബറിൽ തലസ്ഥാനത്ത്, മേൽപ്പാലത്തു നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു, യുവതിക്ക് ദാരുണാന്ത്യം, വിഴിഞ്ഞം തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടറി, 141 കോടി ഇന്ത്യക്കാരുടെ പ്രാർത്ഥനാ സഫലം. 17 വർഷത്തിന് ശേഷം വീണ്ടും 2020 ലോക കിരീടത്തിൽ മുത്തമിട്ട് ടീം ഇന്ത്യ. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ വേദിയിലെ ആവേശം. അവസാന ഓവർ വരെ നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യൻ കുട്ടികൾ ക്രിക്കറ്റിൽ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത്. 2020 ലോകകപ്പിൽ ഇന്ത്യ 2ാം തവണയാണ് ചാമ്പ്യന്മാരാകുന്നത്. 2007 2020 ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ MS ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു. 2014 ഫൈനലിൽ എത്തിയെങ്കിലും ശ്രീലങ്കയോട് തോറ്റു. വീരോചിതം വരവേൽപ്പ്. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന 2020 ലോകകപ്പിലെ വിജയ കിരീടവുമായി എത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അതിഗംഭീര വരവേൽപ്പ് നൽകി രാജ്യം. ബെറിൽ ചുഴലിക്കാറ്റിന് 3 ദിവസം മുമ്പ് ബാർബഡോസിൽ കുടുങ്ങിപ്പോയ രോഹിത് ശർമ്മയും സംഘവും ഇന്നലെ രാവിലെ 6 മണിയോടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ 100 കണക്കിന് ആരാധകർ സ്വീകരിക്കാനെത്തിയിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും മൗര്യ IDC ഹോട്ടലിലേക്ക് പോയ ടീം 11:30ഓടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ച് കിരീടം കൈമാറി. വിജയികളെ അഭിനന്ദിച്ച് മോദി ടീം അംഗങ്ങളുമായി ലോകകപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് ടീം വിക്ടറി പരേഡിനായി മുംബൈയിലേക്ക് തിരിച്ചു. വാട്ടർ സല്യൂട്ട് നൽകിയാണ് മുംബൈ വിമാനത്താവളത്തിൽ വിജയികളുടെ വിമാനത്തെ സ്വീകരിച്ചത്. മറൈൻ ഡ്രൈവ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ പരേഡ് വൈകിട്ട് 5 മണിക്കാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും തുടങ്ങാൻ 2 മണിക്കൂറിലധികം വൈകി. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് 10,000 ആരാധകർ മുംബൈയിലെ വീതിയിൽ നിറഞ്ഞു. സൗജന്യ പ്രവേശനം അനുവദിച്ച് വാങ്കഡെ സ്റ്റേഡിയം 4 മണിയോടെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. പരേഡിന് ശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ ടീം അംഗങ്ങൾ BCCI പ്രഖ്യാപിച്ച് 125 കോടി സമ്മാനിച്ചു. മതപരിവർത്തനം പാടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ജനസംഖ്യയിൽ ഭൂരിപക്ഷമായ മതവിഭാഗത്തെ മാറ്റം നടത്തുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി. ഇല്ലെങ്കിൽ ഭൂരിപക്ഷ ജനസംഖ്യ ന്യൂനപക്ഷമായി മാറുന്ന ദിവസം വന്നു ചേരുമെന്ന് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ നിരീക്ഷിച്ചു. ഉത്തർപ്രദേശിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ പറഞ്ഞു. 2021 UP മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റിലായ കേസിലെ പ്രതി കൈലാഷിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ജഡ്ജിയുടെ പരാമർശങ്ങൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, മാധ്യമപ്രവർത്തകനും അറസ്റ്റിൽ, നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ മാധ്യമപ്രവർത്തകനെയും അറസ്റ്റ് ചെയ്തു. ഝാർഖണ്ഡിലെ ഒരു ഹിന്ദി ദിനപത്രത്തിന്റെ ലേഖകൻ ജമാലുദ്ദീനെയാണ് ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്ന് CBI അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിലെ പ്രധാന കണ്ണികളായ 2 പേരെ സഹായിച്ചതിനാലാണ് ജമാലുദ്ദീൻ അറസ്റ്റിലായത്. സംഭവത്തിലെ പ്രധാന കണ്ണികളായ ഹസാരിബാഗ് ജില്ലയിലുള്ള ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ശത്രുവിനെ ചാമ്പലാക്കും ഇന്ത്യയുടെ സെബെക്സ് 2. ആണവ പോർമുന കഴിഞ്ഞാൽ ഏറ്റവും മാരകശേഷിയുള്ള സ്ഫോടക വസ്തു വികസിപ്പിച്ച് ഇന്ത്യ. പേര് സെബെക്സ് 2. ബോംബ്, പീരങ്കി ഷെൽ, മിസൈൽ പോർമുനകൾ എന്നിവയുടെ പ്രഹരശേഷി ഇതുപയോഗിച്ച് 10 മടങ്ങ് വർദ്ധിപ്പിക്കാം.
നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വികസിപ്പിച്ചത്. നാവികസേന സെബക്സ് 2ന്റെ പ്രഹരശേഷി സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയാകുന്നതോടെ ഉപയോഗത്തിലാവും. ഇതുൾപ്പെടെ 3 പുതിയ സ്ഫോടക വസ്തുക്കൾ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് വികസിപ്പിച്ചതായാണ് വിവരം. ഗുജറാത്തിലെ വിമാനത്താവളത്തിൽ മേൽക്കൂരയും തകർന്നു. ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലും അപകടം. വിമാനത്താവളത്തിന്റെ മുന്നിൽ നിർമ്മിച്ച മേൽക്കൂര കനത്ത മഴയെ തുടർന്ന് വീണു. യാത്രക്കാരെ വാഹനങ്ങളിൽ എത്തിക്കുകയും തിരികെ എത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന പിക്കപ്പ് ഏരിയയാണ് വീണത്. അപകടത്തിൽ ആളപായമില്ല. സ്കൂൾ കലോത്സവം ഡിസംബറിൽ തലസ്ഥാനത്ത്. കായികമേള ഒക്ടോബറിൽ എറണാകുളത്ത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കായികമേള ഒക്ടോബർ 18 മുതൽ 22 വരെ എറണാകുളത്ത് നടക്കും. പുതുക്കിയ മാനുവൽ പ്രകാരമായിരിക്കും കലോത്സവം. കഴിഞ്ഞ തവണ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപം ഇത്തവണ മത്സര ഇനമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റ്സ് ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 4 വർഷത്തിൽ ഒരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിലും അല്ലാത്ത വർഷങ്ങളിൽ സാധാരണ പോലെയും കായികമേള നടക്കും. മേളയ്ക്കായി പ്രത്യേക ലോഗോയും തീമും ഗാനവും ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. TTI PPDDI കലോത്സവം സെപ്റ്റംബർ 4-5 തീയതികളിൽ പത്തനംതിട്ടയിൽ നടത്തും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സെപ്റ്റംബർ 25 മുതൽ 27 വരെ കണ്ണൂരിലും ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴയിലും നടത്തും. കരിയർ ഗൈഡൻസ് ദിശ എക്സ്പോ ഒക്ടോബർ 5 മുതൽ 9 വരെ തൃശ്ശൂരിൽ നടക്കും. മേൽപ്പാലത്തു നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു. യുവതിക്ക് ദാരുണാന്ത്യം. വെൺപാലവട്ടത്ത് മേൽപ്പാലത്തു നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. യുവതിയുടെ കൂടെയുണ്ടായിരുന്ന സഹോദരിയും കുഞ്ഞിനും പരിക്കേറ്റു. കോവളം വെള്ളാർ സ്വദേശിയായ സിമിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സിമിയുടെ മകൾ ശിവന്യ, സഹോദരി സിനി എന്നിവർ ചികിത്സയിലാണ്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം തെറ്റി സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡായി ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INNYY1 എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ്. ഈ മാസം 2ാം വാരത്തോടെ വിഴിഞ്ഞത്ത് ട്രയൽ റൺ നടക്കും. വിഴിഞ്ഞത്ത് നേരത്തെയുണ്ടായിരുന്ന തുറമുഖത്തിന് വിഴിഞ്ഞം എന്നതിന്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്തായിരുന്നു ലൊക്കേഷൻ കോഡ്. അതിനാലാണ് പുതിയ തുറമുഖത്തിന് നെയ്യാറ്റിൻകര താലൂക്കിന്റെ ചുരുക്കെഴുത്ത് നൽകിയത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡേറ്റ മാനേജ്മെന്റ് ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി. നാവിഗേഷൻ, ഷിപ്പിംഗ് ഇതിനെല്ലാം ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക. ഇനി ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് കോഡും കസ്റ്റോഡിയൻ കോഡും കിട്ടണം. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് അനുവദിച്ചു കിട്ടണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടറി. വീരോചിതം വരവേൽപ്പ്. മതപരിവർത്തനം പാടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, മാധ്യമപ്രവർത്തകനും അറസ്റ്റിൽ. ശത്രുവിനെ ചാമ്പലാക്കും ഇന്ത്യയുടെ സെബക്സ് 2. ഗുജറാത്തിലെ വിമാനത്താവളത്തിൽ മേൽക്കൂരയും തകർന്നു. സ്കൂൾ കലോത്സവം ഡിസംബറിൽ തലസ്ഥാനത്ത്. മേൽപ്പാലത്തു നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു. യുവതിക്ക് ദാരുണാന്ത്യം. വിഴിഞ്ഞം തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡേവിഡ് വാർണർ ഏതു രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയ. പോയ വാരത്തിലെ വിജയി. പ്രണവ് 7ാം ക്ലാസ് C ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HS റേഡിയോ പായാരം. ഇന്നത്തെ പായാരത്തിൽ ഞാൻ സംഗീത സജീവാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഡിക്റ്റോസ് വാട്ടർ എന്താണെന്നറിയാമോ? പോട്ടെ,
വെള്ളം കുടിച്ചാൽ സുന്ദരന്മാരും സുന്ദരിമാരുമാകുമെന്നറിയാമോ? 20 കിലോ ഭാരമുള്ള കുട്ടി 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്കിനെ സുന്ദരമായി വൃത്തിയുള്ളതുമായി സൂക്ഷിക്കാൻ കൃത്യമായി വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും. ഡീഹൈഡ്രേഷൻ മാറ്റി വരണ്ട ചർമ്മത്തിൽ നിന്നും മുടികൊഴിച്ചിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണ്ടേ? വരൂ, വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം നേടാം, ഒപ്പം ഭംഗിയും ബോണസായി കിട്ടുമെന്നേ. നമുക്കൊരു ഡിക്റ്റോസ് വാട്ടർ റെസിപ്പി കൂടി നോക്കിയാലോ? വെള്ളം 2 ഗ്ലാസ്, നാരങ്ങ 3 കഷ്ണം, വെള്ളരിക്ക 3 കഷ്ണം, മിന്റ് ലീഫ് 5 എണ്ണം. വെള്ളത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് തലേന്ന് തയ്യാറാക്കി വെക്കുക. ഉണർന്ന ഉടൻ ഈ ഡിക്റ്റോസ് വാട്ടർ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാം. ഫ്രഷ്നെസ് അനുഭവിച്ചറിയാം. നന്ദി, നമസ്കാരം. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.